ഇപ്പോൾ പ്രദേശവാസി മാമച്ചൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാമച്ചൻ, എന്താണ് ഇന്ന് സംഭവിച്ചത്? അവിടെ ഒരു പ്രദേശത്ത് എപ്പോഴും ഇങ്ങനെ ഒരു കാട്ടാന ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. കാട്ടാന ശല്യം ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കാട്ടാന ശല്യം ഇത്ര രൂക്ഷമാണെങ്കിലും രൂക്ഷമായ സ്ഥലത്ത് വനംവകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് ഈ സൈഡിൽ കൂടെയുള്ള ഫെൻസിങ് ഇടേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, ഇവിടെയുള്ള ഫെൻസിങ് കംപ്ലീറ്റ് എല്ലാ ഫെൻസിങ് കൂടെ നശിച്ചു കിടക്കുകയാണ്. ഫെൻസിങ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമല്ലോ. ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഫെൻസിങ് ചിലപ്പോൾ സ്ഥാപിക്കുമായിരിക്കാം, പക്ഷെ ഫെൻസിങ് സ്ഥാപിച്ചിട്ട് അതിന്റെ മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വനത്തിലാണ് വള്ളിപ്പടർപ്പുകൾ കയറിയും ആന മരം തള്ളിയിട്ടൊക്കെ ഫെൻസിങ് നശിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ ജനങ്ങൾ ഇപ്പോൾ നിലവിൽ ഇതുവരെയും ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ഈ റൂട്ടിൽ രണ്ടു വശത്തും ട്രഞ്ച് താത്തണമെന്നുള്ള ഒരു ആവശ്യമാണ്. ട്രഞ്ച് അല്ലാതെ ഇതിന് യാതൊരു പരിഹാര മാർഗവുമില്ല. നമ്മൾ ഫെൻസിങ് ഇട്ടിട്ട് ഫെൻസിങ് കൊണ്ട് ഒരിക്കലും ആനേനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ, ആനയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം ആനകൾ വന്നാൽ, ആനകൾക്ക് വളരെ ബുദ്ധിയുള്ള ജീവിയാണ്. ആനകൾ വന്നിട്ടുണ്ടെങ്കിൽ സൈഡിൽ കിടക്കുന്ന ഫെൻസിങ് മരം തള്ളിയിട്ട് നശിപ്പിച്ചിട്ട് ആന റോട്ടിൽ കിടക്കും, അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ കിടക്കും, ജനവാസ മേഖലയിൽ കിടക്കുകയാണ്. ഇത് അടിയന്തരമായിട്ട് ട്രഞ്ച്, നമ്മൾ ആനയെ സംരക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വനംവകുപ്പ് വന്യമൃഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ വന്യമൃഗങ്ങൾ വനത്തിൽ നിൽക്കട്ടെ. വന്യമൃഗങ്ങൾ ജനങ്ങൾ വസിക്കുന്ന മേഖലയ്ക്ക് ഇറങ്ങരുത്. ഇത് ദൈനംദിനം ഓരോ ദിവസവും, ഇപ്പോൾ ഇവിടെ മരണം സംഭവിച്ചു, ദിവസം ഒരാൾ മരിച്ചു. പക്ഷെ ഇതുപോലെ തന്നെ തൊട്ട് മുമ്പ് കടന്നുപോയ ഒരു വ്യക്തി ജസ്റ്റ് 2-3 പിള്ളേർ അപകടത്തിൽ ജസ്റ്റ് ആന ഓടിച്ചപ്പോൾ ജസ്റ്റ് രക്ഷപ്പെട്ടതാണ്. ആ രക്ഷപ്പെട്ട കുട്ടികൾ പോയിട്ട് ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. അവർ പ്രതികരിച്ചില്ല. അവിടെ അവർക്കൊന്നും ഒരു പ്രശ്നമല്ല. വനം വകുപ്പിന് ആനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും ജനവാസ മേഖലയിൽ ജനങ്ങൾ ഉപദ്രവിക്കുന്നത് അവർക്കൊരു പ്രശ്നമല്ല. ഒരു നിത്യമായിട്ടുള്ള ഒരു പ്രകസനമായിട്ടൂടെ മാറുകയാണിത്.